കളർ ടിയാഗോ അല്ലേ? അതെ, ബ്ലൂ കളർ ടിയാഗോ XZ A ആണ്, ഓട്ടോമാറ്റിക് ആണ്. 2018 ടോപ്പ് എൻഡ് ഹൈ ക്വാളിറ്റി എക്കോ സ്പോർട്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2020 മോഡൽ എക്കോ സ്പോർട്ട്, ടൈറ്റാനിയം S ആണ്. ചേട്ടാ എർട്ടിക പെട്രോൾ VXA ആണ്. പെട്രോൾ VXA 2018 മോഡൽ, ഒരുപാട് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓൾട്ടോ 800 2017 മോഡൽ ഓൾട്ടോ 800 ഓൾട്ടോ കേട്ടൺ 2017 മോഡൽ കേട്ടൺ VXA ആണ്. കേട്ടൺ VXA. അതെ അതെ. ടാറ്റ നാനോ ട്വിസ്റ്റ് ഓട്ടോമാറ്റിക് അല്ലേ? XTA ആണ്, ഓട്ടോമാറ്റിക് ആണ്. 2018 മോഡൽ. നീറ്റ് ആയിരിപ്പുണ്ടല്ലേ വണ്ടി? അതെ അതെ, പുത്തൻ വണ്ടി ആയിരിപ്പുണ്ട്. അതെ ചേട്ടാ. i20 2019 മോഡൽ i20 ആണ്. 19 i20. ചേട്ടാ നല്ലൊരു കിഡ് 2019 മോഡൽ. ഓക്കെ, RXL ആണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സെക്കൻഡ് ചോയ്സിലാണ്. നമ്മുടെ ട്രിവാൻഡ്രം എടപ്പഴിഞ്ഞാൽ ലൊക്കേഷൻ വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി കാറുകൾ നിങ്ങൾക്ക് നല്ല മാന്യമായ വിലയിൽ വാങ്ങാവുന്ന സ്ഥാപനമാണ്. നമ്മൾ ചെയ്ത വീഡിയോസിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ആരും അങ്ങനെ നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം എടപ്പഴിഞ്ഞ്. നമ്മുടെ ചിന്തുകൊണ്ട് വീട്ടിലോട് സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? സുഖം ആയിരിക്കുന്നു. ചിന്തു വണ്ടികളിൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റികളാണല്ലോ. നല്ല വണ്ടികൾ കുറച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അതുമാതിരി ഇപ്പം കുറച്ച് എല്ലാം ഉണ്ടല്ലേ? ബഡ്ജറ്റ് ഉണ്ട്, മിഡിൽ സെഗ്മെന്റ് ഉണ്ട്, കുറച്ച് കൂടിയ മോഡലുകളുണ്ട്, കുറഞ്ഞ മോഡലുകളുണ്ട്. അപ്പം നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്ത വർഷം മുതൽ നമുക്ക് 2014 തൊട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അവരെ ലൊക്കേഷൻ ട്രിവാൻഡ്രം എടപ്പഴിഞ്ഞ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നേരെ ചിന്തു, നമുക്ക് ഫസ്റ്റ് ഒരു കിഡിന് സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടാ നല്ലൊരു കിഡ് 2019 മോഡൽ. ഓക്കെ, RXL ആണ്. RXL. ഓക്കെ, സിംഗിൾ ഓണർ ആണ്. 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് തന്നെയാണല്ലോ. കമ്പനി സർവീസ് തന്നെയാണ്. ട്രിവാൻഡ്രം. 4 ടയറും പുതിയതാണ്. പുത്തൻ ടയറുണ്ട് 4 എണ്ണം. അതെ, സ്ക്രാച്ച് ഇടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? നീറ്റ് ആയിരിപ്പുണ്ട്. ഇതിനകത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ. പിന്നെ അത് ആംബിയൻസ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്. അതെ അതെ. ഒരു മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കണ്ടീഷൻ ആണല്ലോ. അതെ, നല്ല വണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് പ്രൈസ്? ചേട്ടാ ചോദിക്കുന്ന പ്രൈസ് 285. 285 നെഗോഷ്യബിൾ ആണ്. നമുക്ക് മാക്സിമം ഫുൾ എമൗണ്ട് ലോണും ചെയ്ത് കൊടുക്കാം. 285 255 ആണോ? 285. 85. ഓക്കെ, നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. ചിന്തു നെക്സ്റ്റ് ഓൾട്ടോ കേട്ടൺ. 2017 മോഡൽ കേട്ടൺ VXA ആണ്. കേട്ടൺ VXA. അതെ അതെ. ഓക്കെ, സിംഗിൾ ഫസ്റ്റ് ഓണർ തന്നെയാണ്. ചിന്തു സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, സർവീസ് കമ്പനി സർവീസ് തന്നെയാണ്. കമ്പനി സർവീസ് തന്നെയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്. അത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നത്, ടാക്കോമീറ്റർ, 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ടോ? ഏട്ടാ സെൻട്രൽ ലോക്ക് വരുന്നുണ്ടോ? സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. മാനുവൽ സെൻട്രൽ ലോക്കാണ്, റിമോട്ട് അല്ല. ഓക്കെ, അപ്പോൾ 2017 കേട്ടൺ എങ്ങനെയാണ് പ്രൈസ്? ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 285. 285 ചോദ്യമല്ലേ? ആണ്, നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ഫിനാൻസ് എത്ര കയറും? നമുക്ക് 250 രൂപ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിന്തു നെക്സ്റ്റ് ഓൾട്ടോ 800. ചേട്ടാ ഓൾട്ടോ 800 2017 മോഡൽ ഓൾട്ടോ 800. ഓക്കെ, ട്രിവാൻഡ്രം വണ്ടി അല്ലേ? അതെ. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സെക്കൻഡ് ഓണർ 80,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ഇരിപ്പുണ്ട്. വണ്ടി വൃത്തിയുണ്ടല്ലേ? നല്ല വണ്ടിയാണ്. ടയർ 4 പുതിയ ടയറും. നല്ല ടയർ 4. ഓക്കെ, അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ചിന്തുവിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ചേട്ടാ നമുക്കൊരു 249 കിട്ടണമെങ്കിൽ അറേഞ്ച് കിട്ടും. ഓക്കെ, 2.5 കിട്ടും. അതെ. ലോൺ എങ്ങനെ വരും? ലോൺ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. വണ്ടി പക്ക വണ്ടിയല്ലേ? നല്ല വണ്ടി. ചിന്തു നെക്സ്റ്റ് ടാറ്റ നാനോ ട്വിസ്റ്റ് ഓട്ടോമാറ്റിക് അല്ലേ? XTA ആണ്, ഓട്ടോമാറ്റിക് ആണ്. 2018 മോഡൽ. നീറ്റ് ആയിരിപ്പുണ്ടല്ലേ വണ്ടി? അതെ അതെ. പുത്തൻ വണ്ടികളിരിപ്പുണ്ട്. അതെ. ഓക്കെ, ഒരു ചെറിയ ഡെൻറ്റോ സ്ക്രാച്ചസ് ഒന്നുമില്ല കേട്ടോ. നല്ല വൃത്തിയിരിപ്പുണ്ട്. സിൽവർ കളർ ട്വിസ്റ്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, റിമോട്ട് സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. ടയർ കണ്ടീഷൻ ഒരു 60% ടയറുണ്ട്. അതെ. ഓക്കെ, ഇന്ത്യൻ കണ്ടീഷൻ നീറ്റ് കേട്ടോ. സീറ്റ് കണ്ടീഷൻ നീറ്റ്. പക്ഷേ ഇത്രയും വൃത്തിയല്ല ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അതെ, നല്ല വണ്ടിയാണ്. നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്. AC എല്ലാം വർക്കിംഗ് അല്ലേ? ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇപ്പൊ ലാസ്റ്റ് സർവീസ് തന്നെയായിരുന്നു. കാര്യമായിട്ട് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ആ വണ്ടി എത്ര വൃത്തിയായിരിക്കും. നല്ല വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റർ എത്രയായി? ഇത് 50,000 കിലോമീറ്റർ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ചേട്ടാ നമുക്ക് 180 കിട്ടിയാൽ കൊടുക്കാം. 180 കിട്ടിയാൽ കൊടുക്കാം. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ചിന്തു അടുത്ത i20. ചേട്ടാ i20 2019 മോഡൽ i20 ആണ്. 19 i20. മാഗ്ന എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന മോഡൽ. ലോ കിലോമീറ്റർ ആണ്. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്രയായി? സെക്കൻഡ് ഓണർ ആണ്. 28,000 കിലോമീറ്റർ. അതെ, കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ്. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നീറ്റ് ആയിരിക്കും. നീറ്റാണ്. അതിനകത്ത് ഇൻബിൽറ്റ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്യാം അല്ലേ? അതെ. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 28,000 കിലോമീറ്റർ ഓടിച്ചോ? അതെ.
അപ്പോൾ ചിന്തു I20 മൈലേജ് ഒരു 12-13 ആ റേഞ്ച് വരൂലേ മൈലേജ് സിറ്റി ഡ്രൈവിൽ നമുക്ക് 12-14 കിലോമീറ്റർ പെട്രോൾ അല്ലേ. വേറെ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കമ്പനി സർവീസ് തന്നെയാണ്. അപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് പ്രൈസ് വരുമ്പോൾ 5.75. ചോദ്യമാണ് നെഗോഷ്യബിൾ ആണല്ലോ. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ചിന്തു നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ. സ്വിഫ്റ്റ് ഡിസയർ 2017 മോഡൽ. 17 വണ്ടി. അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ VXA ആണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. കമ്പനി സർവീസ് തന്നെയാണല്ലോ. ഏട്ടാ കമ്പനി സർവീസ് തന്നെയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ഒരു ആവറേജ് ടയർസ്. അത്യാവശ്യം നല്ല ടയർസ് അല്ലേ? അത്യാവശ്യം നല്ല ടയർസ്. 50% മുകളിലുണ്ട്. അത്യാവശ്യം കൂടാ. ഓ ഓക്കെ. വേറെ മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇൻബിൽറ്റ് അഡീഷണൽ സ്റ്റീൽ വെച്ചിട്ടുണ്ട്. 4x4 പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. VXA വരുന്നുണ്ട് അല്ലേ? VXA. ഓക്കെ. അപ്പോൾ സ്വിഫ്റ്റ് ഡിസയർ VXA. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ചേട്ടാ 4.10 ചോദിക്കുന്നു. 4.10 ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് ആണ്. ഓക്കെ. ഫിനാൻസ് അപ്പോൾ എങ്ങനെയാണ്? 4 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. അപ്പോൾ ചിന്തു നെക്സ്റ്റ് എർട്ടിക. ചേട്ടാ എർട്ടിക പെട്രോൾ VXA ആണ്. പെട്രോൾ VXA. 2018 മോഡൽ. ഒരുപാട് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് അലോയ് ചെയ്തിട്ടുണ്ട്. അപ്സൈസ് ടയർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അല്പം പ്രൊഫൈൽ കൂടിയിട്ടുണ്ടല്ലേ? അതെ. ടയർ 4 പുത്തൻ ടയർ കിടപ്പുണ്ട്. 4 പുതിയ ടയർ. JK ടയർ. അതെ. ഓക്കെ. KL05 കോട്ടയം വേണ്ടിയാണ് കേട്ടോ. VXA. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസ് ആണല്ലോ. കമ്പനി സർവീസ് തന്നെയാണ്. ഓക്കെ. അഡീഷണൽ ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ സീറ്റ് കവർ ഒരു വെറൈറ്റി സീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? കവർ ഇതേമാതിരി ആൻഡ്രോയിഡ് സീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്. 4x4 ഉണ്ട്. പവർ സ്റ്റിയറിംഗ്, റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്നുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ. അലോയ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിലോമീറ്റർ ഓണർഷിപ്പ് എങ്ങനെയാണ്? 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വണ്ടി. അപ്പോൾ എങ്ങനെയാണ് ചിന്തു പ്രൈസ്? ചേട്ടാ 6.40 ആസ്കിംഗ് ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഫിനാൻസോ? 6 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ചിന്തു നെക്സ്റ്റ് ബലേനോ. ബലേനോയുടെ ആൽഫയാണ്. 2019 മോഡൽ ബലേനോ ഫുൾ ഓപ്ഷൻ ആൽഫ. ഓക്കെ. 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ തന്നെയാണ്. ഓക്കെ. പാർസൽ വണ്ടി അല്ലേ? അതെ. പാർസൽ രജിസ്ട്രേഷൻ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പെട്രോൾ അലോയ്സ് വരുന്നുണ്ട്. ഓക്കെ. ഇന്റർ കണ്ടീഷൻ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നീറ്റ് ആയിരിപ്പുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, 4x4 പവർ സ്റ്റിയറിംഗ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടോ? പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. കീലെസ് എൻട്രി ടോപ്പ് എൻഡിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി എല്ലാം വരുന്നുണ്ടല്ലോ. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് എല്ലാം വരുന്നുണ്ടല്ലേ? അതെ. അപ്പോൾ എങ്ങനെ ചിന്തു പ്രൈസ്? ചേട്ടാ ഇത് ചോദിക്കുന്നത് 5.60. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആൽഫ. ഓക്കെ. ഫിനാൻസോ? ഫിനാൻസ് കൊടുക്കും. നമുക്ക് ഒരു 5 ലക്ഷം രൂപ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. അപ്പോൾ ചിന്തു, അപ്പോൾ നമ്മുടെ ഒരു എക്കോ സ്പോർട്ട്. അതെ ചേട്ടാ. ഹൈ ക്വാളിറ്റി വണ്ടിയില്ലേ? ഹൈ ക്വാളിറ്റി എക്കോ സ്പോർട്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2020 മോഡൽ എക്കോ സ്പോർട്ട്. ടൈറ്റാനിയം S ആണ്. പെട്രോള്. S ആണ്. S വേരിയന്റ് ആണ്. 6 എയർ ബാഗ്, സൺറൂഫ് എല്ലാം വരുന്ന മോഡൽ. ഓക്കെ. അലോയ്സ് വരുന്നുണ്ട്. ടൈറ്റാനിയം ടോപ്പ് എൻഡ് വണ്ടിയിൽ S ആണ് വേരിയന്റ് അല്ലേ? അതെ. ടയറൊക്കെ പുത്തൻ ടയറുണ്ട്. നല്ല ടയേഴ്സ്, അലോയ് വീൽസ്, എല്ലാ കാര്യങ്ങളും വരുന്ന മോഡൽ. ഒരു 90% ടയർ എന്തായാലും ഉണ്ട്. അതെ. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ടയർ റീപ്ലേസ് ആയിരിക്കും? ഒറിജിനൽ ടയറിനായിരിക്കും? ഇത് രണ്ടാമത്തെ ടയറാണ്. ആണല്ലേ? കാലപ്പഴക്കം ടയർ മാറിയിട്ടുണ്ട്. ഓക്കെ. സീറ്റ് ഫാബ്രിക് കവറാണോ ഫാബ്രിക് ആണോ ചിന്തു? ഫാബ്രിക് കവറാണ് കേട്ടോ. ഇത് ലിമിറ്റഡ് പോലെ കമ്പനി വരുന്നതാണ്. ഈ ബാഡ്ജിങ് ഒക്കെ വരുന്നത്. ഓക്കെ. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC, 4x4 പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, മിറർ അഡ്ജസ്റ്റ് എല്ലാ സംഭവം വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ. കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ്സ്. അതെ. 4x4 ടോപ്പ് എൻഡ് വരും അല്ലേ? അതെ. ടോപ്പ് എൻഡ് വരും. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. KL7 എറണാകുളം വണ്ടിയാണ്. നല്ല കളറുമാണല്ലേ? നല്ല ബ്ലൂ കളറാണ്. രസമുണ്ട്. എങ്ങനെയാണ് പ്രൈസ്? ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 7.20. ഓക്കെ. ആസ്കിംഗ് പ്രൈസ് അല്ലേ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫണ്ടിങ് ഫിനാൻസ് നമുക്ക് 7 ലക്ഷം, ഒരു 6.5 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ചിന്തു നെക്സ്റ്റ് ലോഡ്ജി. ചേട്ടാ ഒരു 7 സീറ്റർ ആണ്. 2018 മോഡൽ ലോഡ്ജി 7 സീറ്റർ. 85 PS ആണ്. ഓക്കെ. 85 PS ആണല്ലേ? അതെ. ഓക്കെ. അപ്പോൾ അതൊന്നും വലിയ ചിലവ് വരില്ല. വലിയ പ്രശ്നങ്ങളില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടി. അപ്പോൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ തന്നെയാണ്. കമ്പനി സർവീസ് ആണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. മൈലേജ് കൂടുതൽ കിട്ടും അല്ലേ? അതെ. 1.40 ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റൂഫ് AC വരുന്നുണ്ട്. 4x4 പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെ ചിന്തുവിൻ്റെ പ്രൈസ്? ചേട്ടാ ചോദിക്കുന്ന 3.80. ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ. മൈലേജ് എത്ര ലോഡ് ചെയ്യും? നമുക്ക് സിറ്റിയിൽ തന്നെ നമുക്കൊരു 14-16 കിലോമീറ്റർ ഡീസലല്ലേ? ഓക്കെ. ചിന്തു നെക്സ്റ്റ് ഒരു വെറൈറ്റി കളർ ടിയാഗോ അല്ലേ? അതെ ചേട്ടാ. ബ്ലൂ കളർ ടിയാഗോ. XZ A ആണ്. ഓട്ടോമാറ്റിക് ആണ്. 2018 ടോപ്പ് എൻഡ്. പെട്രോൾ അല്ലേ? അതെ. പെട്രോൾ ഓട്ടോമാറ്റിക്.
ഓക്കെ. കിലോമീറ്റർ ഓണർഷിപ്പ് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും 50,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഒന്നുമില്ല. ഓക്കെ, വണ്ടി നീറ്റാണ് കേട്ടോ, വേറെ സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് പോകുന്നത്. അത് ടച്ച് സ്ക്രീൻ റിവേഴ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് ABS അലോയ്സ് എല്ലാം വരും. എല്ലാം വരുന്നുണ്ടോ? അപ്പോൾ ചിന്ത എങ്ങനെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്? പ്രൈസ് വരുമ്പോൾ 390. 390. നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് ഇപ്പോൾ എങ്ങനെയാണ്? നമുക്കൊരു 350 രൂപയ്ക്ക് ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിന്ത നമുക്ക് വീഡിയോ അതിൻ്റെ അല്ലേ? അതെ കേട്ടോ, നമ്മളിപ്പോൾ വന്ന പുതിയ സ്റ്റോക്കുകൾ കാണിച്ചിട്ടുണ്ട്. അല്ലാതെ കുറച്ച് വണ്ടി കിടപ്പുണ്ട് കേട്ടോ, നമ്മളിപ്പോൾ പുതിയ സ്റ്റോക്ക് മാത്രമേ കാണിച്ചുള്ളൂ. ചിന്തപ്പം അടുത്തൊരു വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണാം. ശരി.